ശബരിമലയെ പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ അന്വേഷണം പോലീസ് ഘടിപ്പിക്കുന്നു. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളുടെ മൊഴിയെടുക്കുമെന്ന് അറിയുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. റിനു, ശരിക്കും യഥാർത്ഥത്തിൽ ഈ പാട്ട് പാടിയവരൊക്കെ തന്നെ അഭിഭാഷകരെ കാണാനൊക്കെ തന്നെ പരക്കം പാഞ്ഞു തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരഡി ഗാനത്തിൽ അന്വേഷണം കടുപ്പിക്കുകയാണ് പോലീസ്. നിലവിൽ സൈബർ SP അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഉള്ളത്. സൈബർ പോലീസ് FIR ഇന്നലെ തന്നെ 3 പേർക്കെതിരെ, ഒരു സ്ഥാപനത്തിനെതിരെ ഒക്കെ തന്നെ ചുമത്തുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രസാദിനെ മൊഴിയെടുക്കുന്നതിന് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൈമാറി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അന്വേഷണ സംഘം അദ്ദേഹത്തെ നേരിട്ട് ഇന്നലെ തന്നെ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും വിളിച്ചറിയിച്ചിട്ടുണ്ട്. നാളെ തന്നെ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം എത്തിച്ചേരും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം മെറ്റയ്ക്കും നോട്ടീസ് കൈമാറിയിട്ടുണ്ട് സൈബർ പോലീസ്. നിലവിൽ ഈ പാട്ട് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ, ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെറ്റയ്ക്കും കത്ത് നൽകിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും സൈബർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഇടപെടലിലേക്ക് പോകുന്നു, വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.